നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലേ. 2 ഘട്ടമായിട്ട് 9-ാം തീയതിയും 11-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് 13-ാം തീയതിയാണ്. ശരിക്കും ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത് എന്തിനായിരിക്കും ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. കൗതുകം ലേശം കൂടുതലാണ് എന്നൊരു തോന്നലിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു രീതിയിൽ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലാതെ വീട്ടുകാർ നിർബന്ധിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല. കേരളത്തിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലാണ്. നമ്മുടെ റോഡ്, അതുപോലെ തന്നെ കുടിവെള്ളം, ഇനി നമ്മുടെ മക്കൾ പോകുന്ന സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പലതും തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നോക്കുന്നതും നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വിട്ട ഈ തദ്ദേശ ഭരണകൂടത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വോട്ട് നൽകുക അല്ലെങ്കിൽ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. ശരിയായിട്ടുള്ള ആളെയല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. ഓരോ വോട്ടും, ഓരോ ശബ്ദവും, ഓരോ ഉത്തരവാദിത്തവും നമ്മുടെ നാടിൻ്റെ ഭാവിയുമാണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുക.